ഇസ്രായേൽ ഹമാസ് യുദ്ധം അത് ആരംഭിച്ചിട്ട് നാളേക്ക് 2 വർഷം ആവുകയാണ്. 2 വർഷം മുമ്പുള്ള ഒക്ടോബർ 7-നായിരുന്നു ഹമാസിൻ്റെ നരനായാട്ട് ഇസ്രായേലിൽ നടത്തിയത്. അതിനുശേഷം തുടർന്ന് ആരംഭിച്ച ആ യുദ്ധം 2 വർഷം ആകുമ്പോഴേക്കും അതുമായി ബന്ധപ്പെട്ട സമാധാന ചർച്ചകൾ ഇന്ന് നടക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന സമാധാന പരിപാടിയിൽ ഹമാസ് ഉടനടി തീരുമാനമെടുത്തില്ലേ, അവരതിനോട് അനുകൂലമായ നിലപാട് എടുത്തിട്ടുണ്ട്. പക്ഷേ തീരുമാനം വൈകുന്നത് കൊണ്ട് തന്നെ വീണ്ടും ട്രംപിൻ്റെ അന്ത്യശാസനം വന്നിരിക്കുകയാണ്. ഹമാസിനെ ഭൂമുഖത്തു നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യുമെന്നാണ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വാർത്ത നമുക്ക് നോക്കാം. ഹമാസ് ഇസ്രായേൽ സമാധാന ചർച്ച ഇന്ന് ഈജിപ്തിലാണ് നടക്കുന്നത്. ചർച്ചയ്ക്ക് അമേരിക്കയാണ് മധ്യസ്ഥത വഹിക്കുന്നത്. ബന്ദികളുടെ കൈമാറ്റമാണ് ചർച്ചയിലെ പ്രധാന അജണ്ട വരുന്നത്. ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഹമാസിനെ പ്രതിനിധീകരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകൻ ജെറാൾഡ് കുഷ്നർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. 1ാം ഘട്ട ചർച്ച ഈ ആഴ്ച പൂർത്തിയാക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നു. പശ്ചിമേഷ്യയുടെ ആകെ സമാധാനമാണ് ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. ട്രംപിൻ്റെ നിർദ്ദേശം ലംഘിച്ച് ഇസ്രായേൽ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇന്നലെ മാത്രം 24 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. അതിനിടെ ട്രംപിൻ്റെ അന്ത്യശാസനം ഹമാസിനുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് സമാധാന ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഹമാസിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ അന്ത്യശാസനം നൽകിയെന്നാണ് വാർത്താ റിപ്പോർട്ട് വരുന്നത്. ഗാസയുടെ നിയന്ത്രണവും അധികാരവും ഹമാസ് പൂർണ്ണമായി ഒഴിയണം എന്നതാണ് ട്രംപ് മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശം. അധികാരമൊഴിയാൻ ഹമാസ് വിസമ്മതിച്ചാൽ അവരെ സമ്പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. അതായത് ഭൂമിയിൽ നിന്ന് തന്നെ അവരെ ഉന്മൂലനം ചെയ്തു കളയും ഹമാസിനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ സാധിച്ച അനുസരിച്ച് ബന്ദികളുടെ കൈമാറ്റം, മുഴുവൻ ബന്ദികളെയും കൈമാറാൻ ഹമാസ് ഇപ്പോൾ തയ്യാറായി എന്നത് ഉറപ്പാണ്. പക്ഷേ ട്രംപ് നിർദ്ദേശിച്ച 20 ദിന സമാധാന ഉടമ്പടിയിൽ ഹമാസ് എന്ന് പറയുന്ന ആ ഒരു സംഘടന പാലസ്തീനിൽ നിന്ന് പൂർണ്ണമായി അധികാര കൈമാറ്റം ചെയ്യണം, അവരവിടെ നിന്ന് പൂർണ്ണമായി മാറണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഹമാസ് അനുകൂലമായ നടപടി എടുത്തില്ലെങ്കിൽ അവരെ നരകം കാണിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കും എന്ന് തന്നെ ട്രംപ് പറയുന്നു. അതോടൊപ്പം തന്നെ ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ ഈജിപ്തിൽ ചർച്ചയ്ക്കായി തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ നിർണായകമായ പ്രസ്താവന എന്നുള്ളതും നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു CNN റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിച്ചതിനാണ് ട്രംപ് ഈ പ്രതികരണം നൽകിയത്. അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ട്രംപ് പൂർണ്ണ പിന്തുണ അതിലൂടെ പ്രഖ്യാപിച്ചു. ഹമാസ് നിലപാടിൽ ഉറച്ചു നിന്നാൽ ഗാസയിൽ സംഘർഷം കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യത വർദ്ധിക്കുമെന്ന ആശങ്കയും റിപ്പോർട്ടിൽ പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നത് ഇസ്രായേൽ മന്ത്രിയുടെ ഭീഷണിയാണ്. അതായത് സമാധാന നീക്കങ്ങൾക്കിടെ ഹമാസിനെ ഇല്ലാതാക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ രംഗത്തെത്തി. ബന്ദി കൈമാറ്റത്തിന് ശേഷവും ഹമാസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ താൻ സർക്കാരിൽ നിന്ന് രാജിവെക്കുമെന്ന് അദ്ദേഹം ഭീഷണി മുഴക്കി. ഇതൊക്കെയാണ് ഇപ്പോൾ ഗാസയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും വരുന്ന പ്രധാന വാർത്താ അപ്ഡേറ്റുകൾ.